ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും മറക്കാനും മായ്ക്കാനും കഴിയാത്ത ഏടുകൾ എഴുതി ചേർത്ത ആളാണ് സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തെ ജഡ്ജി കൂടിയായിരുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് ഉപേക്ഷിച്ചു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇത് പറയുന്നത് മോദിയാണ്. അദ്ദേഹം ഹരിയാനയിൽ പ്രസംഗിക്കവെയാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത്. സത്യത്തിൽ കോൺഗ്രസ് ചേറ്റൂർ ശങ്കരൻ നായരെ മറന്നു. മറന്നോന്ന് ചോദിച്ചാൽ ബോധവും അവഗണിച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങേര് ഈ നരസിംഹത്തിൽ ഇന്ദുയൂടൻ്റെ അച്ഛൻ തിലകൻ്റെ ക്യാരക്ടറായിരുന്നു. എന്നുവെച്ചാൽ പാലക്കാട്ടുകാരനാണ്, തറവാടി നായരാണ്, മോഡേൺ എഡ്യൂക്കേറ്റഡ് ആണ്. ഇത് മൂന്നും കൂടിയാണ് അതേ മനസ്സിലാവുള്ളൂ. ഏറ്റവും എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ക്യാരക്ടറാണ്. എന്താ അങ്ങനെ പേര് ഞാൻ പോകുന്നത്, തിലകൻ്റെ മേനോൻ സാർ, ജഡ്ജ് മേനോൻ സാർ. അങ്ങനെ ഉള്ളിൽ ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടീഷുകാരുടെ ഒരു എന്താണ് ഈ സാധനം ഉണ്ടല്ലോ, ധാർമ്മികതയെ പറ്റിയുള്ള ബോധം, ശരിതെറ്റുകളെ പറ്റിയുള്ള ബോധം, അത് മോഡേണിറ്റി അദ്ദേഹത്തിന് കൊടുത്താണ്. പാലക്കാട്ടെ ജന്മി കുടുംബമാണ്, അതിൻ്റെ ആഢ്യത്വം. ഇത് രണ്ടും കൂടി അതൊരു അതിഭീകര ബ്ലെൻഡാണ്. ഇതായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. ആരോടും എന്തും മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുമില്ല, പേടിയുമില്ലാതെ ആള്. ഞാൻ ഇടയ്ക്ക് പൃഥ്വിരാജിനെ കൊണ്ട് പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞിട്ട് അതാണ് എന്തൊക്കെ വന്നത്. ഈ ടൈപ്പായിരുന്നു പൃഥ്വിക്ക്. അങ്ങനെ ഭയങ്കര അയാൾ അച്ഛൻ പാലക്കാടല്ല, ഇവിടെ മലപ്പുറമായിരുന്നു. അപ്പോഴത്തെ ഈ പറയുന്ന ജന്മി കുടുംബമാണ് സുമാരൻ. അതായത് സുമാനുണ്ടായിരുന്നു ഈ പ്രശ്നം. ആ പല ആളുകളും ശശി തരൂരിനുണ്ട് അത്. ശശി തരൂർ പക്ഷേ ഈ അമേരിക്കയിൽ പോയി മൊത്തം സായിപ്പാകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അയാൾ ആ സുഖം പുറത്തു വരാത്തത്. എങ്കിലും ഹമാസ് വിഷയത്തിൽ അയാൾ ലീഗിൻ്റെ വേദിയിൽ പോയി പറഞ്ഞു കേട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ പ്രദേശത്തെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഒരു നേച്ചറാണ്. തിരുവനന്തപുരത്തുണ്ട് അങ്ങനെ ചില ആളുകൾ. ഇപ്പം നമ്മളെന്തൊക്കെ ടി ശ്രീകുമാർ ഉണ്ടല്ലോ, ടി ശ്രീകുമാറല്ലേ, നമ്മൾ ആർ ബി ശ്രീകുമാർ. നിങ്ങൾ ആലോചിച്ചു ആ സാഹചര്യത്തിൽ അവിടെ പോയിട്ട് അന്ന് അങ്ങനെ നിലപാടെടുക്കണം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനുള്ള ചില ആദ്യ കുടുംബത്തിൽപ്പെട്ട മോഡേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഈ നമ്മളെ മുസ്ലിംസിൻ്റെ ഇടയിലാണെങ്കിൽ ഫസൽ ഗഫൂർ സാറല്ലേ, മൂപ്പരേതാണ്ട് ഈ ടൈപ്പാണ്. പറയാൻ അത് അങ്ങനെ അസ്ലം ഗഫൂർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കളിയാകും. പക്ഷേ അതങ്ങനെ പറഞ്ഞതെന്താ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണനെ മറ്റേ മാപ്പ് പറഞ്ഞെന്ന് കളിയാക്കുന്നില്ലേ, എന്താണെന്ന് സംഭവിച്ചതെന്ന് ആളുകൾക്ക് അറിയില്ല. ഗോപാലകൃഷ്ണൻ ശ്രീമതി ടീച്ചർ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ്റെ ഒരു ദാക്ഷിണ്യമായിരുന്നു. ടീച്ചറിൻ്റെ നാട്ടുകാരൊക്കെ കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ടീച്ചർ പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ കേസ് അങ്ങനെ നടന്നു പോകും, ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷെ അത് അവർ മിസ്യൂസ് ചെയ്തതാണ്. എനിക്ക് മൊത്തം കാര്യം അറിയാം. അതേപോലെ ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ അബ്ദുൾ റഹ്മാൻ സാഹിബ് ഈ രീതിയിലായിരുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഈ രീതിയിലുള്ള ആളായിരുന്നു കോഴിക്കോട്. അദ്ദേഹം ഈ ഫസൽ ഗഫൂർ സാറിൻ്റെ ഒരു ബന്ധു വന്നു എനിക്ക്. അദ്ദേഹം കൊടുങ്ങല്ലൂർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ വന്നത്. ഈ ജന്മി കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള മോഡേൺ എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് പലർക്കും ഈ ഒരു ഗുണമുണ്ട്. അത് ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇതേവരെയുള്ള ഹിസ്റ്ററിയിൽ AICC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉത്തരേന്ത്യക്കാർക്ക് നമ്മളോടൊരു മറ്റേ ഭാവമുണ്ട്. അത് സത്യമാണ്. അതിനിപ്പം മദ്രാസി എന്നുള്ള അന്നത് കൂടുതലായിരുന്നു. ഇപ്പം ഈ RSS ബേസിക്കലി അതിനെതിരായതുകൊണ്ട് അവർ ഹിന്ദു എന്നുള്ള സാധനമൊക്കെ ഉള്ളതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട്. അത് ഇനി 50 വർഷം കൊണ്ടൊക്കെ വലിയ രീതിയിൽ മാറുമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അവരെക്കാട്ട് എന്തുകൊണ്ടും മുന്നിലാണ്. റിസോഴ്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും പ്രധാനപ്പെട്ട കണ്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി. സയൻറ്റിസ്റ്റുകൾ നല്ലൊരു പങ്കും സൗത്ത് ഇന്ത്യക്കാരാണ്. അത് ചെസ്സ് നോക്കിയാൽ ചെസ്സ് കളിയാണെങ്കിലും നമ്മളാളുകളാണ് മുന്നിൽ. പക്ഷേ ഇവർക്ക് അതിൻ്റെ ഒരു അസൂയയുണ്ട്. അവർ ഈ മസിലും വെളുപ്പും കാണിച്ചുകൊണ്ട് പോകും, നമ്മളെ കറുപ്പും ബുദ്ധിയും കാണിച്ചുകൊണ്ട് എല്ലായിടത്തും കയറി ഒന്നാമതാവും. ഇതൊരു പ്രോബ്ലം ഉണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്, കാണാതിരുന്നു കൂടെ. അപ്പം പക്ഷേ ചേറ്റൂർ ശങ്കരൻ നായർ ഒരു ഗുണം എന്ന് വെച്ചാൽ അന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിലെ മോഡറേറ്റുകൾ, കോൺഗ്രസ്സിന് 2 കാലഘട്ടമുണ്ട്. 1905 വരെയുള്ള കാലഘട്ടം ഗോപാലകൃഷ്ണ ഗോഖലെനെ പോലുള്ള ഫിറോസ് ഷാ മേത്തനൊക്കെ പോലെ മോഡറേറ്റുകളുടെ കാലഘട്ടം. ഇവർ എല്ലാവരും നല്ല വക്കീലന്മാരാണ്. അപ്പം മോഡറേറ്റുകളൊക്കെ ഇവർ ശക്തമായ കാര്യങ്ങൾ പറയും, എന്നാൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഫൈറ്റിന് പോയില്ല, കത്തുകൾ എഴുതുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ബാലഗംഗാധര തിലകനെ നേതൃത്വത്തിൽ മാസ് പൊളിറ്റിക്സ് വന്നു. ബാലഗംഗാധര തിലകനെ നമ്മൾ പ്രീ ഗാന്ധി എന്ന് വിളിക്കും. ഗാന്ധിയാണല്ലോ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചത്. അതിൻ്റെ ആദ്യ രൂപം ബാലഗംഗാധര തിലകാണ്. അപ്പോൾ 1905 തൊട്ട് 1915-16 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ എക്സ്ട്രീമിസ്റ്റുകളുടെ നിങ്ങളെ ഭീകരവാദി എന്ന് വിചാരിക്കല്, തീവ്രവാദം, ശക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകൾ, കടുത്ത ദേശീയവാദികൾ, ബാലഗംഗാധര മാസ് മൂവ്മെൻ്റ് ആണ് അവർ. ഇവർ മാസ് മൂവ്മെൻ്റ് അല്ല, ഇവർ സമരം കൂടി പാസ്സാക്കും. മറ്റേ മാസ് മൂവ്മെൻ്റ് ആണ്. ആളുകളെ കൂട്ടുക,
ചെറിയ നിയമലംഘനങ്ങളൊക്കെ നടത്തുക, ശക്തമായ പ്രതിഷേധം നടത്തുക. അങ്ങനെയാണ് ഗണപതി ഫെസ്റ്റിവലും ശിവാജി ഫെസ്റ്റിവലൊക്കെ മഹാരാഷ്ട്ര വലിയ സംഭവമായിട്ട് മാറുന്നത്. ഈ മൂവ്മെന്റ് തുടങ്ങുന്നത് ബംഗാൾ വിഭജനത്തോട് കൂടിയിട്ടാണ്. അത് അതിനൊക്കെ പിന്നിൽ ഇവരൊക്കെ തന്നെയാണ്. ബംഗാൾ വിഭജനത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുന്നു, സ്വദേശി തുടങ്ങുന്നു, വലിയ പ്രൊട്ടസ്റ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിക്കും. അതിൽ നമ്മൾ ഇയാളൊക്കെ ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോറൊക്കെ സപ്പോർട്ട് എടുത്തു. അദ്ദേഹം ശരിക്കും ദേശീയവാദി ആയിരുന്നില്ല, അതുകൊണ്ടാണ് ആ വിഭജനം പിൻവലിക്കേണ്ടി വന്നത്. അതെ 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 അതെ. അവിടുന്ന് അങ്ങോട്ടാണ് ഈ മൂവ്മെന്റ് തുടങ്ങുന്നത്, മാസ് മൂവ്മെന്റ് വിടുന്നത്. അപ്പോൾ അതിന്റെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൊക്കെ. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര, പലരും ബാരിസ്റ്റർമാരാണ്, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഗോവിന്ദ് റാനയുടെയൊക്കെ അതിന് മുമ്പ് ഇവരെല്ലാം. അപ്പോൾ ഇവരുടെയൊക്കെ ഇവർ ഈ പ്രാദേശിക ബോധത്തിന് ഉപരിയായി ചിന്തിച്ച ആളുകളാണ്. ബാലഗംഗാധര തിലകാണെങ്കിലും നമ്മുടെ ഇയാളാണെങ്കിലും ഗോപാലകൃഷ്ണ ഗോഖലെ. വിദ്യാഭ്യാസത്തിന് ഗുണമുണ്ട്. ഈ മിഡിൽ ക്ലാസ് സാധനങ്ങൾ, ഈ മീഡിയോക്കറായ ആളുകളാണല്ലോ, അവരുടെ കാര്യം നടക്കണേ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് പറ്റിയല്ല. അതിനോട് അവർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, ജാതി മതവും പ്രദേശം നോക്കി. ഇവന്മാരാണ് ഇതിൻ്റെ ആളുകൾ. ഇവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എപ്പോഴും ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു, ശങ്കരൻ നായർ കിട്ടിയിരുന്നു. അങ്ങനെയാണ് ശങ്കരൻ നായർ ഈ പറയുന്ന ഈ രണ്ട് ആളുകളുടെ ഇടയിലും ശങ്കരൻ നായർ സ്വീകാര്യനായിരുന്നു. അപ്പോൾ സ്വീകാര്യനെ അവരുടെ, അതുപോലെ സ്വീകാര്യനായ വേറൊരാൾ ജിന്നയാണ്. ജിന്ന ഈ തീവ്രവാദികൾ പിന്നെ മിതവാദികൾക്ക് ഒരേപോലെ നല്ല വക്കീലായിരുന്നല്ലോ. ജിന്ന ഭയങ്കര വക്കീലായിരുന്നു, സ്വീകാര്യനായിരുന്നു. ഗാന്ധി വന്നതോടുകൂടിയ ജിന്ന ഔട്ടായി പോകുന്നത്. കാരണം ജിന്നയ്ക്ക് ഈ ജനങ്ങളുമായിട്ട് ഇടപെടാൻ താല്പര്യമില്ലായിരുന്നു, ഗാന്ധി ജനങ്ങളുമായിട്ട്. അപ്പോൾ ഗാന്ധി വരുന്നവരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയവാദത്തെ ഏറ്റവും ശക്തമായ മോഹങ്ങളൊന്നാണ് ശങ്കരൻ നായർ. അപ്പോൾ ശങ്കരൻ നായർക്ക് ഉത്തരേന്ത്യക്കാർക്ക് ഇല്ലാത്ത വേറൊരു ഗുണമുണ്ട്. ശങ്കരൻ നായർ സാഹിബിനോട് മുഖത്ത് പോയി പോയി പണി നോക്കണം എന്ന് പറയും. അതൊരു മാസ് അപ്പീലാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നത് പിന്നെ ഇയാളാണ്, അല്ലെ ഭഗത് സിംഗ്, ആസാദ്, ഇവരിലേക്കാണ് നമ്മൾ അങ്ങനെ പലരുടെയും ആദ്യ രൂപമാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ മാസ് അപ്പീൽ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം ഈ അന്ന് എന്ന് വെച്ചാൽ ജനാധിപത്യം വന്നിട്ടില്ലല്ലോ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ക്യാബിനറ്റാണ്, അതിൽ ഇന്ത്യൻ മെമ്പറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ അലിയും പല വർഷമായിട്ട് ബന്ധപ്പെട്ട് രാജിവെക്കുന്നു. രാജിവെക്കുന്ന സമയത്ത് വൈസ്രോയി പറയുന്നു എന്നാൽ വേറൊരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് പോകും. നിങ്ങൾ വൈസ്രോയി എന്നുള്ളത് ഇന്ന് മോഡി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ലോകത്തെ അമേരിക്കൻ പ്രസിഡന്റിനെക്കാണ്ട് ഒരു പക്ഷേ ശക്തൻ പേഴ്സണലി മോഡിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ആയുധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അയാൾ ശക്തനാവുന്നത്. അല്ല ട്രംപ് അത്ര വലിയ ശക്തനൊന്നുമല്ല, ട്രംപ് ഒരു ഭ്രാന്തനാണ്. അപ്പോൾ ശക്തനായ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ജോർജ് ബുഷ് സീനിയർ അല്ലെങ്കിൽ ക്ലിൻ്റനൊക്കെ പറയേണ്ടി വരും. അപ്പം ഇപ്പോൾ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തികളാണ്, ഒന്ന് പുടിൻ, വേറൊന്ന് മോഡി. അത്രയും മാസ് ജനാധിപത്യ, അവിടെ മറ്റേത് ജനാധിപത്യമില്ല, പിന്നെ ഇവരൊക്കെയാണ് അത്രയും ശക്തരായ നേതാക്കന്മാർ. അപ്പം ഇപ്പോൾ മോഡിനോട് സുരേഷ് ഗോപി രാജിവെച്ച് പോവുകയാണ് മന്ത്രിസഭയിൽ. അപ്പോൾ സുരേഷ് ഗോപിനോട് മോഡി ഒരാളെ റെക്കമെൻഡ് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ ഷിബായിയെ, എൻ്റെ പ്യൂണിനെ റെക്കമെൻഡ് ചെയ്യാം, എടുത്തോളും എന്ന് പറയും. സുരേഷ് ഗോപി പറയില്ല. അപ്പോൾ മോഡീൻ്റെ ഒന്ന് 10 ഇരട്ടി കൂട്ടിക്കോ വൈസ്രോയി അന്നത്തെ ആ കാലത്ത്. വൈസ്രോയിനോടാണ് ശങ്കരൻ നായർ ഇങ്ങനെ പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് എഴുതി തരാം, ഇതൊരു മലയാളിക്കേ പറയാൻ പറ്റുള്ളൂ. മലയാളിക്ക് ഒരു ബേസിക്കലി ഉള്ള നിഷേധഭാവമുണ്ട്. അതിൻ്റെ സോഫ്റ്റ് ഫേസാണ് ശങ്കരൻ, അതിൻ്റെ ഹാർഡ് ഫേസാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി കളിക്കുന്ന ഒരുത്തരം പേടിയില്ലായിരുന്നല്ലോ, അറിയാലോ, ഹിസ്റ്ററി അറിയാലോ. അപ്പോൾ ഇതാണ് ശങ്കരൻ നായർ. ആ ശങ്കരൻ നായർ എന്തുകൊണ്ട് ഗാന്ധി പൊളിറ്റിക്സ് വന്നോട് കൂടിയിട്ട് പിന്നെയും ദേശീയ രാഷ്ട്രീയ ഉത്തരേന്ത്യക്കാരുടെ കയ്യിലായി. അത് മാത്രമല്ല കുറേ ഗാന്ധിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന കോക്കസുകൾ മുതിരുന്നത്. ഗാന്ധി കോക്കസിൻ്റെ ഭാഗമായിരുന്നില്ല, പക്ഷെ കോക്കസുകൾ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. ഗാന്ധി ഉത്തരേന്ത്യ കോക്കസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന ദക്ഷിണേന്ത്യ കോക്കസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലും മീഡിയോ കേസ് ഇഷ്ടംപോലെ കയറി വന്നു. നിങ്ങൾ ഈ പറയുന്ന പല ദേശീയവാദികളും മീഡിയോ കേസ് ആയിരുന്നു, പല ദേശീയവാദികൾ. അങ്ങനെ എല്ലാത്ത ആളുകളുണ്ട്. എസ് രാധാകൃഷ്ണനൊക്കെ, അദ്ദേഹം വളരെ സൈലന്റ് ആയിരുന്നു. എസ് രാധാകൃഷ്ണനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് ആവേണ്ടേ, ആയില്ലല്ലോ, പിന്നല്ലേ ആയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഗാന്ധി എന്ത് വെച്ചാൽ ഈ ഗാന്ധിയോട് കൂടിയിട്ടാണ് കമ്മ്യൂണൽ എലമെന്റ്സ് ശക്തി വഹിക്കുന്നത്. സത്യമാണ്. ഗാന്ധി ഈ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം ഒരുമിച്ച് കൊണ്ടുപോയി. മുസ്ലിം ഈ ഖിലാഫത്ത് ആവശ്യം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ പ്രസ്ഥാനത്തെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഒരുമിച്ച് കൊണ്ടുപോയി. അത് പിന്നീട് ഹിന്ദു മതത്തിൽ പിന്നെയാണ് RSS ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഗാന്ധി ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. മുസ്ലിംസ് ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നു, നമുക്കെന്താ പറ്റില്ല എന്ന് ചിന്തയെന്നാണ് ഹിന്ദു മഹാസഭയും പോരാ എന്ന് ഈ സാംസ്കാരിക സംഘടന ഈ RSS ഒക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. 2022 ഈ പ്രസ്ഥാനം പിൻവലിച്ചോട് കൂടി ഇന്ത്യയിൽ മൊത്തം വർഗീയ കലാപങ്ങളാണ്. നേരത്തെ അങ്ങ് പറഞ്ഞ ബംഗാൾ വിഭജനക്കാലത്ത് ഒരു ഹിന്ദു മുസ്ലിം ഡിവിഷനൊന്നുമില്ല. അവിടെ ഭാരതീയൻ മാത്രമേ ഉള്ളൂ ബ്രിട്ടീഷുകാരനെതിരെ. ഏറ്റവും വലിയ രസം എന്താ പറയുമോ, വെയിൽസിലെ രാജാവ് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അന്ന് ബോംബെയിലൊക്കെ കല്ലേറുണ്ടായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ആംഗ്ലോ ഇന്ത്യൻസിന്റെ വീടിന് കല്ലെറിഞ്ഞു.
ഇതായിരുന്നു ഇന്ത്യയുടെ ഒരു അന്നത്തെ സാഹചര്യം അതായിരുന്നു. സാഹചര്യം. അവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് വളരെ പെട്ടെന്ന് ഈ ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയത്. അപ്പൊ ആ ഒരു 20കൾ ഗാന്ധി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. ഇപ്പൊ ഇന്ത്യനെ ബ്രിട്ടീഷുകാരനെ ഓടിക്കണമെങ്കിൽ ആയുധം എടുത്ത് പോരാടിയും കാര്യമില്ല ഗാന്ധിക്ക് അറിയാം. കാരണം സവർക്കറിന്റെ ഹിസ്റ്ററി ഗാന്ധിക്ക് അറിയാം. പിന്നെ ഇപ്പൊ കോൺഗ്രസ് കത്ത് എഴുതിക്കൊണ്ട് ഇതിനും കാര്യമില്ല. മാസ് മൂവ്മെന്റ് നടത്തണം. മാസ് മൂവ്മെന്റ് നടത്തണേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം, ജനകീയ പ്രതിഷേധം. അപ്പൊ ശങ്കരൻ നായർ ഇത്തരം ബ്രിട്ടീഷുകാർക്കെതിരെ അത്തരം തീവ്രമായി പോകുന്ന ശങ്കരൻ നായർ എതിരായിരുന്നു. ശങ്കരൻ നായർ അദ്ദേഹം ഈ എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ് ലൈനിൽ വന്ന ഒരാളാണ്. ഗാന്ധി മാസ് മൂവ്മെന്റ് വന്നു. അതുകൊണ്ടാണ് ഗാന്ധി അങ്ങനെയുടെ വലിയ ശത്രുവായിരുന്നു. ഗാന്ധിയെ പറ്റി അങ്ങനെ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, അത് വായിക്കേണ്ട പുസ്തകമാണ്. ഗാന്ധി അനാർക്കി. ഇപ്പൊ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലുണ്ട് ഒരു കോപ്പി. അദ്ദേഹം അവിടെ പാലക്കാട് SP ആയിരുന്ന സമയത്ത് ആ വീട്ടിൽ പോയി തറവാട്ട് പോയി മേടിച്ചാണ്. പൃഥ്വിരാജ് ശങ്കരൻ നായർ സിനിമ വരുമെന്ന് ഞാൻ കേട്ടിരുന്നു. പൃഥ്വി അങ്ങനെ സിനിമ ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ്, പക്ഷെ ആ സിനിമ വന്നിട്ടില്ല. അപ്പം ഇപ്പൊ എനിക്കൊന്ന് ഈ അക്ഷയകുമാറിന്റെ പടം വരുന്നു എന്ന് തോന്നുന്നു. അക്ഷയകുമാറിന്റെ പടം റിലീസ് ചെയ്യുമ്പോൾ. അപ്പം BJP RSSന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് RSS പങ്കെടുത്തിട്ടില്ല. RSS അതിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടന അല്ലല്ലോ. പിന്നെ RSSന്റെ നേതാക്കൾ എസ്പെഷ്യലി ഹെഡ്ഗവ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ ജി പങ്കെടുത്തതെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഹിന്ദു മഹാസഭയുടെയും കോൺഗ്രസിന്റെ ഭാഗമായിരുന്നുകൊണ്ട് RSS ഉണ്ടാകുന്നതിന് മുമ്പ്. പിന്നെ RSSന്റെ പല പ്രവർത്തകരും വ്യക്തിപരമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അല്ലാതെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJP ഉണ്ടായിരുന്ന സാധനമൊക്കെ കിട്ടി ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ജനസംഘം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അവർക്ക് ദേശീയ സ്വാതന്ത്ര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് വേണം. അപ്പോൾ അതിന് നോക്കി അവരൊക്കെ കോൺഗ്രസിൻ്റെ ഈ ഗാന്ധി നേതാവ് ഇപ്പം ഗാന്ധിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇദ്ദേഹം ഈ ഇന്ത്യൻ മാസിൻ്റെ സ്വഭാവം അനുസരിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യമാണ്. മുസ്ലിംസ് അതുവരെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാതെ നിൽക്കുകയായിരുന്നു. അപ്പം ഗാന്ധി നല്ല ഉദ്ദേശത്തോട് ചെയ്ത കാര്യങ്ങൾ പക്ഷേ ഉണ്ടാക്കിയ ഫലം വേറൊന്നായിപ്പോയി. അത് ഗാന്ധിയുടെ കുഴപ്പമല്ല, ആദ്യം മനസ്സിലാക്കണം. ഞാൻ അന്നത്തെ രാഷ്ട്രീയം. ഇപ്പൊ ഗാന്ധി ഇത് ചെയ്യുന്ന ആളാണ്, നമ്മൾ പുറത്തുനിന്ന് കമന്റ് ചെയ്യുന്ന ആളാണ്. ഫുട്ബോൾ കളിക്കുന്ന റൊണാൾഡോ ഒക്കെ ഗോൾ അടിക്കണം, നമുക്ക് അവിടെ അങ്ങോട്ട് പാസ് കൊടുത്ത് ഇങ്ങോട്ട് പാസ് കൊടുത്ത് നിങ്ങൾ അവിടെ നിന്ന് അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പം ആ ഒരു സമയം വന്ന് ഗാന്ധി പൊളിറ്റിക്സ് വന്നതോടുകൂടി ഇദ്ദേഹം ഇദ്ദേഹത്തെ ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന് വേണ്ടി ഗാന്ധിയുടെ കൂടെ നിന്നാൽ മതി പലരെ പോലെ. അത് അതിന് അദ്ദേഹത്തിന് കിട്ടില്ല. ഈ മലയാളിയിൽ ബേസിക് നാച്ചർ ഉണ്ടല്ലോ, അതെ അതിനകത്ത് കിട്ടും. അപ്പൊ അങ്ങനെ ഗാന്ധി കാണിച്ച ആളാണ്. പിന്നെ മാത്രമല്ല ഈ വെല്ലുവിളി അത് മാത്രമല്ല വലിച്ചു ചേർന്നിട്ട് വന്ന എന്റെ ശിവായി എടുത്തു അത് പറയണമെങ്കിണ്ടല്ലോ. മറ്റേ അയാൾക്ക് വലിയ ഇൻസൾട്ട് അല്ല, ഇത് വലിയ ഇൻസൾട്ടാണ്. പിന്നെ അദ്ദേഹം എല്ലാം കൂടി ഗാന്ധിക്കെതിരെ ലിബറൽ പാർട്ടി എന്ന പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതും പക്ഷെ ക്ലച്ച് പിടിച്ചില്ല. അതിനകത്ത് ബുദ്ധിജീവികളുടെ ഒരു പാർട്ടിയായിരുന്നു, അത് ക്ലച്ച് പിടിച്ചില്ല. അപ്പം ഒരു ഐക്കോണിക് ഫിഗറാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോൺഗ്രസ് ഗാന്ധിക്കും നെഹ്റുവിനെതിരേക്കുന്ന എല്ലാവരും തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. KPCC പോലും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ആദരിച്ചിട്ടില്ല. അതൊക്കെ കോൺഗ്രസിനെ പറ്റിയ വീഴ്ചയാണ്. അത് നന്നായി ഇപ്പം BJP മുതലെടുത്തു. അംബേദ്കറിന്റെ കാര്യത്തിലും അതുണ്ട്. അംബേദ്കർ ആദ്യ കാലഘട്ടത്തിൽ അംബേദ്കർ അത്ര പോസിറ്റീവ് ആയിട്ടില്ല കണ്ടിരുന്നത്. അവിടെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം നെഹ്റുവിന്റെ വ്യക്തിത്വം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താഴ്ന്നു പോകും. അല്ലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നെഹ്റു പക്ഷേ ആ രീതി പ്രശ്നം നെഹ്റുവിന്റെ ഇപ്പം ആത്മകഥ താരാജ് വന്നിട്ട് ഇപ്പം ഇവരുടെ കുടുംബമായിട്ട് വളരെ ബന്ധപ്പെട്ട അദ്ദേഹം അതിന്റെ പുസ്തകത്തിൽ എഴുതി. ഹാരോ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു ഏവറേജ് സ്റ്റുഡന്റ് ആയി നെഹ്റു എഴുതിയിട്ടുണ്ട്. നെഹ്റുവിന് അത് ബുദ്ധിമുട്ടില്ല, പക്ഷെ കൂടെയുള്ള ആളുകൾക്കാണ് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് പിൽക്കാലത്ത് വന്ന ബുദ്ധിമുട്ട് അതാണ്. നെഹ്റുവിന്റെ വലിയ ഗുണം ഞാൻ കണ്ടത്. ഞാനത് താരാജിന്റെ പുസ്തകം ഞാൻ ഞെട്ടിപ്പോയി. എന്നാൽ അന്നൊക്കെ നെഹ്റു എന്ന് വെച്ചാൽ എന്തു സാധിക്കും. ഇപ്പൊ മോഡി എന്നൊക്കെ പറയുന്ന പോലെയാണ്, എന്തു സാധിക്കും. നെഹ്റുവിന് ഇന്ദിരാഗാന്ധിക്ക് ഒന്നും പ്രശ്നമില്ല, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, മൈൻഡ് ചെയ്തില്ല. അത് ഇന്ദിരാഗാന്ധി അവിടെ മോഡേൺ എഡ്യൂക്കേറ്റഡ് അല്ലേ. ബാക്കിയുള്ള ഈ പെട്ടിയെടുപ്പുകാർക്ക് എന്താണ്, ഇവരെ ഈ ഇവരെ സൂചിപ്പിച്ചാൽ അവരെ കാര്യം നടക്കുള്ളൂ. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം കുരുകുലത്തെ നശിപ്പിക്കാന്നുള്ളതായിരുന്നു. അതിന് എന്ത് ചെയ്യണം, മരുമക്കളെ സ്നേഹിച്ചു കൊല്ലണം. അതാണ് ഇവർ ചെയ്തു. അതിപ്പോൾ മോഡിക്ക് ഗുണമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.